ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ഷിരൂരിൽ നിന്നും കാണാതായ അർജുൻ്റെ വിവരവുമായിട്ടാണ്. ഇന്നലെ 9 ദിവസം പിന്നിട്ടപ്പോഴും നമ്മുടെ അർജുനെ കണ്ടെത്താനായില്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ലോറിയുടെ ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. സോണാർ സംവിധാനം ഉപയോഗിച്ച്, നേവിയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ച് ഏകദേശം 15 മീറ്റർ താഴ്ചയിൽ ഈ ലോറിയുടെ ഭാഗങ്ങളുടെ ഉള്ളതായി ചിത്രം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ലോറി ചെരിഞ്ഞ് കിടക്കുന്ന രൂപത്തിലാണ് ചിത്രം കണ്ടിട്ടുള്ളത്. പിന്നെ നേവിയുടെ സ്കൂബ ടീം അവിടേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ച സമയത്ത് ഒരു പ്രതീക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി പോയ സമയത്ത് അവിടെ വളരെ ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് അവർ മടങ്ങുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ബാക്കി എങ്ങനെ അവിടെ മുങ്ങിയിറങ്ങാം എന്നുള്ള പരിശോധന നോക്കിയ ശേഷം ഇന്ന് അവർ അതിനുള്ള പ്ലാനിംഗ് തയ്യാറാക്കിയിട്ട് രാവിലെ മുതൽ അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ ചെയ്യുന്നതാണ്. ഇന്ന് ഏതായാലും നമുക്ക് നിർണായകമായ ഒരു ദിവസമാണ്. ഇന്നെന്തായാലും ലോറി അവർ പുറത്തെടുക്കാനുള്ള എല്ലാ സംവിധാനവുമുണ്ട്. പിന്നെ അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് വാഹനം എടുത്ത ശേഷം മാത്രമേ അർജുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ കഴിയൂ എന്ന് തന്നെയാണ് അവർ അറിയിച്ചത്. കമാൻഡർ അതുൽ പിള്ളയാണ് ഈ വിവരം അറിയിച്ചത്. കാരണം ബൂമർ എക്സവേറ്റർ എന്ന സംവിധാനം ഉപയോഗിച്ച് 30-40 അടി താഴ്ചയിൽ കുഴിച്ച് അവിടെയുള്ള മണ്ണ് പരിശോധിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് ബൂമർ എക്സവേറ്റർ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലോറി അവിടെ ഉണ്ടെന്ന് ആ പുഴയുടെ നടുവിൽ അത്ര ഏറെ താഴ്ചയിൽ ഈ സാധനം ഇറക്കി പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ നേവിയുടെ സോണാർ സംവിധാനത്തിൽ അതുപോലെ തന്നെ ഈ ഇന്ദ്രപാലൻ എന്ന് പറഞ്ഞ ജനറൽ മേജർ അദ്ദേഹത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി അതിൻ്റെ ചിത്രങ്ങൾ എടുത്തതുകൊണ്ടാണ് ഇത് ലോറിയുടെ ഭാഗങ്ങളാണെന്ന് ഏകദേശം 95% വ്യക്തമായിരിക്കുന്നത്. ഇന്ന് നമുക്ക് നിർണായകമായ ഒരു ദിവസം തന്നെയാണെന്ന് പറയാം. കാരണം ഇന്നലെ സ്കൂബ ടീം മുങ്ങൽ വിദഗ്ധർ അവിടെ ഇറങ്ങാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ അവർക്ക് ഇറങ്ങാൻ സാധിക്കാതെ അവർ മടങ്ങുകയാണ് ചെയ്തത്. ഏതായാലും അവരുടെ ആ ഡ്രോൺ എടുത്ത ചിത്രങ്ങളിൽ ലോറി ചെരിഞ്ഞ ടയർ ഭാഗങ്ങൾ ശരിക്കും വ്യക്തമായി ആ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമാൻഡർ അതുൽ പിള്ളയാണ് ഈ വിവരങ്ങൾ കൃത്യമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് അർജുനെ കണ്ടെത്തുമെന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജീവൻ്റെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് ബാക്കി കളികൾ. കാരണം എന്തെങ്കിലും സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ശരീരത്തിൽ ഒരംശമെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ഭാഗ്യമായി കണക്കാക്കാം. പക്ഷേ അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം 9 ദിവസം രാവും പകലുമായിട്ട് അദ്ദേഹത്തിനെ കാണുവാനില്ല. ഇത്രയും ദിവസം എങ്ങനെ ഒരാൾ അതിജീവിക്കും എന്ന് തന്നെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനേ പറ്റാത്തൊരു കാര്യമായതിനാൽ ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഇന്നെന്തായാലും ലോറി പുറത്തെടുക്കാനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ച് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ലോറി ഏതായാലും പുറത്തെടുക്കും. അതുപോലെ തന്നെ അർജുൻ്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഏതായാലും ഇന്ന് നമുക്ക് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങൂ എന്ന് തന്നെ പറയാം. ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇന്നത്തെ പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്.